ഞാൻ നാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കുന്നുണ്ട്. ലിസ്റ്റിന് അതിന് ഒരു വിവരമില്ലാത്ത ഒരാളായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ബൈലോ പ്രകാരം അവർ ചെയ്യുന്നത് ശരിയായതുകൊണ്ടും ഞാൻ തെറ്റായതുകൊണ്ടും അല്ല അത് തള്ളിയിരിക്കുന്നത്. പകരം എൻ്റെ എക്സ് പാർട്ട്ണർ ആയിരുന്ന വിജയബാബു പിരിയാൻ നേരത്ത് കൊടുത്ത ഒരു എഗ്രിമെന്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തിരിച്ചടി. കുറുക്കന്റെ അതിബുദ്ധിപരമായ ഒരു നീക്കമാണ് ആ കണ്ടത്. അങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാനത് ഒരിക്കലും അങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അത് ഇപ്പം എല്ലാവരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോലെ എൻ്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട വിധിയല്ല വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു ഹർജി കൊടുത്തിരുന്നു ഈ വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട്. ആ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്നുള്ളത് ഒരു 3 ഇൻട്രീം പെറ്റീഷനാണ് കൊടുത്തത്. ഒന്ന് വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ്, രണ്ടാമത്തത് പ്രസിഡന്റ് ഇലക്ഷൻ ഹോൾഡ് ചെയ്യണം എന്നുള്ളത്, മൂന്നാമത്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ഈ ഇലക്ഷൻ നടത്താൻ. കാര്യം നിഷ്പക്ഷമായ ഒരു ഇലക്ഷൻ ആയിരിക്കണം നടത്തേണ്ടത്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ഈ ഇലക്ഷൻ നടത്താൻ എന്നുള്ള 3 ഇൻട്രീം പെറ്റീഷനാണ് കൊടുത്തിരുന്നത്. അത് ഈ നോമിനേഷനൊക്കെ മുമ്പ് കൊടുത്തിരുന്നതാണ്. അതിനാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. ഞാൻ നോമിനേഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട വിധി വന്നിട്ടില്ല. അതിപ്പോഴും പെൻഡിങ്ങിലാണുള്ളത്. പിന്നെ ഓൾറെഡി നാളെ ഇലക്ഷൻ നടക്കുന്നതായതുകൊണ്ട് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഓൾറെഡി കൊടുത്തിട്ടേക്കുന്നത് ആയതുകൊണ്ടും ഞാൻ നാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യമാണോ? അല്ല, കാരണം അത് ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തത് അത് തള്ളിയേക്കുമല്ലേ. ഈ ഇലക്ഷൻ ആ സമയത്ത് തന്നെ നടക്കും. അത് കോടതിയുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കണമെന്നും കൂടി അറിയില്ല. അതും ഇനി സാധ്യമാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, അതിനെയാണ് കോടതി തള്ളിയിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നത് പോലെ ബൈലോ പ്രകാരം അവർ ചെയ്യുന്നത് ശരിയായതുകൊണ്ടും ഞാൻ തെറ്റായതുകൊണ്ടും അല്ല അത് തള്ളിയിരിക്കുന്നത്. പകരം എൻ്റെ എക്സ് പാർട്ട്ണർ ആയിരുന്ന വിജയബാബു കോടതിയിലൊരു ഞങ്ങൾ പിരിയാൻ നേരത്ത് കൊടുത്ത ഒരു എഗ്രിമെന്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഞാനത് ഒരു കമ്പനിയിൽ 6 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഒരു വ്യക്തി അങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാം പാഠങ്ങളായിട്ട് ഉൾക്കൊള്ളുന്നു. എന്താ പറയുക, ഇനിയും എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന് ഞാൻ നിയമപരമായി അവരുമായിട്ട് ആലോചിച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നതായിരിക്കും. വിജയബാബു എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പിനകത്ത് ഒരു പരാമർശം ഉണ്ടായിരുന്നു, ഒരു വരി. അതായത് കമ്പനിയിൽ നിന്ന് പിരിയാൻ നേരത്ത് ഈക്വൽ ആയിട്ടുള്ള ഷെയറോ അതിൽ കൂടുതലോ പറ്റിയാണ് സാന്ദ്ര തോമസ് പിരിഞ്ഞതെന്നുള്ളത്. ഈ അതിൽ കൂടുതൽ പരാമർശത്തെ പറ്റി സാന്ദ്ര തോമസ് എന്താ പ്രതികരിക്കുന്നത്? അത് വിജയബാബു എന്ന് പറയുന്ന ഒരു കുറുക്കന്റെ അതിബുദ്ധിപരമായ ഒരു നീക്കമാണ് ആ കണ്ടത്. അത് ഇത്രയും മാനിപ്പുലേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു തനിനിറമാണ് ആ വെളിയിൽ കൊണ്ടുവന്നത്. അത് വരാൻ, അങ്ങനെ ഒരു സാധനം എഴുതാനായിട്ടുള്ളൊരു റീസൺ ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം പല മീഡിയക്കാരെയും വിളിച്ചിരുന്നു. പലരെയും എനിക്കെതിരെ പ്രവർത്തിക്കാനും എനിക്കെതിരെ വീഡിയോ ചെയ്യാനും ഒക്കെ നിർബന്ധിച്ച് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറ്റ കൈക്കാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് വെളിയിലേക്ക് വന്നത്. എന്തായാലും അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും. വളരട്ടെ, വളർന്ന് പന്തലിക്കട്ടെ. എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ മേജർ രവി ഒരു പ്രതികരണവുമായി വരുന്നു. മനോരമ ഓൺലൈനിന് കൊടുത്തൊരു റിട്ടേൺ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം പറയുന്നത്, സാന്ദ്ര തോമസിന് ആദ്യം പിന്തുണ നൽകിയ അദ്ദേഹം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പിന്തുണ പിൻവലിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മേജർ രവി ഇപ്പോൾ സാന്ദ്ര തോമസിന്റെ പ്രതികരണം വഴി നമ്മൾ മനസ്സിലാക്കുന്നത് സ്വമേധയാ ഇങ്ങോട്ട് ആദ്യം പിന്തുണ നൽകുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഈ മേജർ രവിയുമായിട്ടുണ്ടായിരുന്ന കോൺവെർസേഷൻ? അതിന്റെ ഒരു വിശദാംശങ്ങൾ എന്താണ്? മേജർ രവി ആക്ച്വലി പലതവണ ഇങ്ങോട്ട് വിളിക്കുകയും ഇങ്ങോട്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാനൊരു ലൈവ് പോകുന്നുണ്ട്, കാണണം എന്ന് പറഞ്ഞ്. പക്ഷേ ആ ലൈവ് എനിക്ക് കാണാൻ പറ്റിയില്ല. അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് ആ ലൈവ് എനിക്ക് അയച്ചു തരികയും പിറ്റേ ദിവസം ഞാൻ ആ കൊള്ളാം എന്ന് പറഞ്ഞൊരു റിപ്ലൈ ആണ് തിരിച്ചയച്ചത്. അതിനുശേഷം പെട്ടെന്ന് കാണുന്നു അദ്ദേഹം പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല. അദ്ദേഹത്തിന് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചാൻസ് കൊടുക്കുന്ന ആളാണ് ശ്രീ വിജയബാബു. അപ്പം ഒരു ചാൻസിന് വേണ്ടി നിൽക്കുന്ന അദ്ദേഹത്തിന് ആ നന്ദി പ്രകടനം വിജയബാബുവിനോട് നടത്തേണ്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് അദ്ദേഹം വന്നത്. എനിക്ക്
കൂടുതലൊന്നും അദ്ദേഹത്തെ കുറിച്ച് പറയാനില്ല. ഇങ്ങോട്ട് വിളിച്ച് പിന്തുണ പറയുകയും ഇങ്ങോട്ട് വിളിച്ച് കുറേ കുറ്റങ്ങൾ പറയുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എനിക്കിതൊന്നും താല്പര്യമുള്ള വിഷയമല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, നീ അറിഞ്ഞിരിക്കണം, നീ പൊരുതുന്നത് ആരോടാണെന്ന് നീ അറിഞ്ഞു വേണം ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞ ഒരാളാണ്. ഇപ്പോൾ സുരേഷ് കുമാറിനെ ഉൾപ്പെടെയുള്ള വ്യക്തികളെ പറ്റി അദ്ദേഹം പരാമർശിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് പ്രൊഡ്യൂസേഴ്സിനോട് ചെയ്തു തീർക്കാനുള്ള അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാനുള്ള ചില പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായിട്ട് സാന്ദ്ര ഉപയോഗിക്കാൻ ശ്രമിച്ചതായിട്ടാണ് ആ ഘട്ടത്തിൽ അത് മനസ്സിലാക്കിയിട്ടുള്ളത്? ആയിരിക്കാം. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും, എനിക്ക് ഇവരുടെ കളികളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നെ വിളിച്ച് ഇങ്ങോട്ട് സംസാരിച്ചു, ഞാൻ കേട്ടു, പിന്തുണ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ഞാൻ അദ്ദേഹത്തിനോടൊന്നും ചോദിക്കാനും പോയിട്ടില്ല. ഇപ്പം അയാൾ അത് പിൻവലിക്കുന്നു, ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന മേജർ രവി ആണെങ്കിലും വിജയ് ബാബു ആണെങ്കിലും സുരേഷ് കുമാർ ആണെങ്കിലും ഒക്കെ ആരൊക്കെയാണെന്നും അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അവരുടെയൊക്കെ പവർ പൊസിഷൻ എന്താണെന്നും ഒക്കെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ത്തിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇടയ്ക്ക് ആ തിരിച്ചടികൾ ഞാൻ പ്രതീക്ഷിക്കണമല്ലോ, അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കൂടുതൽ ശക്തമായി ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാൻ മത്സരിക്കുന്നത്. ഞാൻ നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത്. മറ്റ് നിർമ്മാതാക്കൾ, പാവപ്പെട്ടവരായ വോയിസ് ഇല്ലാത്ത മറ്റ് നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത്. അത് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്ന ഈ പറഞ്ഞ മുഴുവനുമായും അസത്യങ്ങളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണെന്ന് കൗണ്ടർ? ലിസ്റ്റിനെ ഞാൻ പരസ്യമായി വെല്ലുവിളിച്ചല്ലോ. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം അസത്യമാണെന്ന് ലിസ്റ്റിനെ തെളിയിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ ഞാൻ റെഡിയാണല്ലോ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അസത്യമാണെന്ന് ലിസ്റ്റിൻ തെളിയിക്കട്ടെ. പക്ഷേ ലിസ്റ്റിൻ കാണിക്കുന്നത് പോലെ ഈ അധികാരം പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൈസ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇലക്ഷന് മത്സരിക്കുന്നത്. പകരം ഞാൻ മറ്റ് നിർമ്മാതാക്കൾക്ക് വേണ്ടി അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചത്. ലിസ്റ്റിനെ പോലുള്ള ആളുകൾ അവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ അസോസിയേഷനെ ഒരുപാട് ദുരുപയോഗം ചെയ്ത് അവിടെ നിന്ന് ഒരുപാട് പൈസ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പുറത്ത് കൊണ്ടുവന്നതിനോടുള്ള ദേഷ്യമാണ് ലിസ്റ്റിനി പുറത്ത് കാണിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്? സാന്ദ്ര പർദ്ദ ഇട്ടതിനെ ഉൾപ്പെടെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് വന്നിരുന്നു. പിന്നെ എന്താ പിന്നീടുള്ള നാളുകളിൽ പർദ്ദ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ സാന്ദ്ര ഉദ്ദേശിച്ച ഒരു പ്രതികരണം അല്ലെങ്കിൽ സാന്ദ്രയുടെ ഒരു പ്രതിഷേധമായിരുന്നു അത് എന്നുള്ളതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമുള്ള ഒരാളല്ല ലിസ്റ്റിൻ. എൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു അത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുള്ള ആൾക്കാരോടല്ലേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം ലിസ്റ്റിൻ അതിന് ഒരു വിവരമില്ലാത്ത ഒരാളായിട്ടേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ ഇലക്ഷന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ഇപ്പോൾ സാന്ദ്രയോടൊപ്പം സാന്ദ്രയുടെ അച്ഛനും നാമനിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാന്ദ്രയുടെ കമ്പനിയിൽ അല്ലെങ്കിൽ സാന്ദ്രയുമായി ബന്ധപ്പെട്ട എത്ര പേരപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും? എൻ്റെ അച്ഛനും ഞാനും പിന്നെ എൻ്റെ കൂടെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ട മറ്റൊരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു, ഷീല കുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള, അവരും നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അസോസിയേഷനിൽ ഉള്ള മറ്റ് വോട്ടേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ വോട്ടിംഗ് ലിസ്റ്റിൽ ഇല്ലാത്ത പോലും ഒരുപാട് ആളുകൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നുണ്ട്. അത് നാളെ നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ ഇലക്ഷന് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഈ വിജയപ്രതീക്ഷ എത്രമാത്രമുണ്ട്? 100%. ഇപ്പോൾ മറ്റ് നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ കോടതിയുടെ ഒരു സമക്ഷത്തിലായിരിക്കണം അല്ലെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കണം ഇലക്ഷൻ നടക്കേണ്ടതെന്നും അതുപോലെ തന്നെ വരണാധികാരിയെ മാറ്റണം, വരണാധികാരി ഇവരുടെ ഒരു പപ്പറ്റായി മാത്രം നിലനിൽക്കുന്നു എന്നുള്ള രണ്ട് ആവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ ഹർജിയിൽ. ആ രണ്ട് ആവശ്യങ്ങളും ഇപ്പോൾ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണോ ആഗ്രഹിക്കുന്നത്, അതോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള മത്സരിക്കാനുള്ള ഹർജി അതിനുള്ളൊരു മേൽക്കോടതിയെ സമീപിക്കുക? ആ 3 കാര്യങ്ങളുമാണല്ലോ ഇപ്പൊ റിജക്ട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഇലക്ഷനെ സ്റ്റേ ചെയ്യാൻ ശ്രമിച്ചിട്ടേയില്ല. ആ ഇലക്ഷൻ നടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പകരം നിഷ്പക്ഷമായിട്ട് അത് നടക്കണം എന്നുള്ളതാണ്. അത് സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും നടക്കണം എന്ന് മാത്രമേ ഞാൻ കോടതിയോട് അപേക്ഷിച്ചിട്ടുള്ളൂ. അത് എനിക്ക് അവിടെ നീതി കിട്ടിയില്ല. എന്താ പറയുക, ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ തരത്തിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ഞാൻ നിന്ന് പൊരുതുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പോരാടുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിരാശപ്പെടുന്നൊന്നുമില്ല.
ഞാൻ എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും. കോടതി വിധിയിൽ ബാഹ്യമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദ്ര തോമസ് വിശ്വസിക്കുന്നു? അതൊന്നും എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല. ഞാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ്. നീതിപൂർവമായ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സജി നന്ദിയേട്ടൻ്റെ പ്രതികരണങ്ങളുണ്ടല്ലോ, സാന്ദ്രയുടെ നിലപാടുകളുമായി ചേർന്ന് നിൽക്കുന്നു എന്ന വിധത്തിലുള്ളത്, അത് വാർത്തകൾ കേട്ടപ്പോൾ ആ സജി നന്ദിയേട്ടൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളോട് സാന്ദ്ര എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത് തന്നെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞല്ലോ. അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഒരാളാണ്, ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാവരും കൂടെ ആക്രമിച്ചതാണെന്നും എല്ലാവരും കൂടെ മനഃപൂർവ്വം എന്നെ പുറത്താക്കിയതാണെന്നും അതിന്റെ പിന്നിൽ അനിൽ തോമസ് ആണെന്നും അനിൽ തോമസിന്റെ പിന്നിൽ വിജയബാബു ആണ് എന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം പറയാതിരുന്നത്. ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം തന്നെ വെളിയിൽ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എനിക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. ഞാൻ അദ്ദേഹത്തിനോട് അതിന് ശേഷം വിളിച്ച് സംസാരിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ചേംബറിൽ എന്താണ് നടന്നത്, എന്തുകൊണ്ടെങ്ങനെ ഇപ്പോൾ പുറത്ത് വന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കാലം തെളിയിക്കും സത്യം. ഇങ്ങനെ ഓരോരുത്തരായി പുറത്തു വന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർ തന്നെ വന്ന് എല്ലാം പറയും. ഈ ഘട്ടത്തിൽ സജി നന്ദിയേട്ടൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതിനെ ഒരു ബാക്കപ്പായി അല്ലെങ്കിൽ അതിനെ ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് തന്നെയാണോ സാന്ദ്ര എടുക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആരുടെയും പിന്തുണയും സ്വീകരിക്കുന്നില്ല. ഞാൻ ആരോടും പിന്തുണ ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നെ പിന്തുണയ്ക്കുന്നവർ ഒരുപാട് സന്തോഷം, സത്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്നവർ സന്തോഷം, ആക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഈ പറയുന്ന ഒരു വലിയ ശക്തിയോട് പോരാടുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ പൊരുതിക്കൊണ്ടേയിരിക്കും.